ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോർക്ക് റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടന്നാലോ. 1 കിലോ പോർക്കാണ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെ ചെറിയ പീസുകളാക്കി വാങ്ങിക്കുക ചെയ്ത് കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ പോർക്കായാലും ബീഫായാലും അങ്ങനെ വാങ്ങിക്കുന്ന പരിപാടി ഇല്ല. നമ്മൾ വലിയൊരു പീസായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ചെയ്യാറ്. അതിനൊരു കാരണമുണ്ട്, എനിക്കിതൊക്കെ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പക്ഷേ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ആലോചിച്ചത് നമ്മളിതിൽ ഒരു കാര്യം ചേർക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്കതോടെ ചേർത്താലോ. എന്താണ് നമ്മൾ മറന്നതെന്നല്ലേ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ മാത്രമേ ഇതിലിനി വരുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം എല്ലാതുമായി ഒന്നും മറന്നിട്ടില്ല. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്യോട് കൂടിയിട്ടുള്ള പോർക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോർക്കെല്ലാം കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യുള്ള പോർക്കായതുകൊണ്ട് നെയ്യൊക്കെ ഇറങ്ങും, എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എങ്ങാനും വെന്തിട്ടില്ലെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് ഒരു 1-2 വിസിലും കൂടെ കൂടുതൽ അടിച്ചു. ഇനി നമുക്ക് ഈ വെന്ത് വന്ന പോർക്കിന് നെയ്യ് മാറ്റിയിട്ട് ഈ പോർക്കിൻ്റെ കഷ്ണങ്ങൾ മാത്രം കോരിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെയ്യൊക്കെ മാറ്റിയിട്ട് പോർക്കിൻ്റെ കഷ്ണങ്ങൾ മാത്രമാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന നെയ്യ്. പക്ഷേ ഈ നെയ്യ് നമ്മൾ കളയാൻ പോകുന്നില്ല, ഇതിന് നമുക്ക് ഇനി ഉപയോഗിക്കാം. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ നെയ്യിലാണ് നമ്മൾ വഴറ്റൽ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ആദ്യം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സവാള ഇട്ടു. ഇനി സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോഴാണ് നമ്മളതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാളയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി നമുക്കിതിലേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എന്ന്. നമ്മൾ ഈ പോർക്ക് അതിൻ്റെ നെയ്യ് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഈ ഇറച്ചിയെല്ലാം നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മസാലകളും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനുള്ള സമയം മാത്രമേ നമ്മൾ അടച്ചു വയ്ക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പോർക്കൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഈ എണ്ണയിലും വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പോർക്ക് അതിൻ്റെ നെയ്യ് തന്നെ ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോർക്ക് വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.